السلام عليكم ورحمة الله وبركاته. الحمد لله وكفى والصلاة والسلام على محمد المصطفى وعلى آله وصحبه وبعد. ചില സഹോദരങ്ങൾക്കുള്ള സംശയമാണ്, നിസ്കാരത്തിൽ ചെറിയ തോതിൽ ഔറത്ത് വെളിവായാൽ നിസ്കാരം ബാത്തുലാകുമോ? ഒരു വ്യക്തിയുടെ നിസ്കാരത്തിൽ ചെറിയ തോതിൽ ഔറത്ത് വെളിവായാൽ അദ്ദേഹത്തിന് നിസ്കാരം ബാത്തുലാകുമോ? ഈ വിഷയത്തിൽ ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുള്ളയോട് ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം നൽകിയിരിക്കുന്ന മറുപടിയാണ് ഇവിടെ വിവർത്തനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, ഹഫിളഹുല്ലാ, നിസ്കാരത്തിൽ ഔറത്ത് മറക്കുക എന്നുള്ളത് നിസ്കാരത്തിൻ്റെ ഷർത്തുകളിൽപ്പെട്ട ഒരു കാര്യമാണ്. നിസ്കാരത്തിൽ ഔറത്ത് മറക്കുക എന്നുള്ളത് നിസ്കാരത്തിൻ്റെ ഒരു നിബന്ധനയാണ്. ഇമാം ഇബ്നു അബ്ദുൽ ബർ റഹിമഹുല്ല പറഞ്ഞു, ഒരു വ്യക്തിക്ക് വസ്ത്രം ധരിക്കാൻ കഴിവുണ്ടായിട്ടും അത് ധരിക്കാതെയാണ് നിസ്കരിക്കുന്നതെങ്കിൽ അവൻ്റെ നിസ്കാരം സ്വീകാര്യമല്ല എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർ ഏക അഭിപ്രായക്കാരാണ്. ഒരു വ്യക്തിക്ക് വസ്ത്രം ധരിക്കാൻ കഴിവുണ്ടായിട്ടും അദ്ദേഹം വസ്ത്രം ധരിക്കാതെയാണ് നിസ്കരിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിസ്കാരം ബാത്തുലാണെന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ തർക്കമില്ല എന്ന് ഇബ്നു അബ്ദുൽ ബർ റഹിമഹുല്ല പറഞ്ഞു. അതിനുശേഷം ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ല പറഞ്ഞു, നിസ്കരിക്കുമ്പോൾ ഔറത്ത് വെളിവാകുന്നതിന് രണ്ട് രൂപങ്ങളുണ്ട്. ഒന്നാമത്തേത്, ഒരു വ്യക്തി നിസ്കരിക്കുന്ന സാഹചര്യത്തിൽ ഔറത്തിൻ്റെ വലിയൊരു ഭാഗം വെളിവാവുക. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിസ്കാരം ബാത്തുലാണ്, അദ്ദേഹം മാറ്റി നിസ്കരിക്കേണ്ടതാണ്. ഇനി ഒരു വ്യക്തി നിസ്കരിക്കുന്ന സാഹചര്യത്തിൽ വളരെ ചെറിയ തോതിൽ മാത്രം അദ്ദേഹത്തിൻ്റെ ഔറത്ത് വെളിവായി, അത് മനഃപൂർവ്വം സംഭവിച്ചതുമല്ല, അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിസ്കാരം സ്വഹീഹാണ്, അദ്ദേഹം മാറ്റി നിസ്കരിക്കേണ്ടതില്ല. ഇതിനെ തെളിവായിക്കൊണ്ട് ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ പറഞ്ഞിരിക്കുന്നത് അംർ ഇബ്നു സലിമ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസാണ്. അംർ ഇബ്നു സലിമ അദ്ദേഹം സ്വഹാബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ വളരെ ചെറിയ പ്രായമുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം. ഒരു ദിവസം ജനങ്ങൾക്ക് ഇമാമായി അദ്ദേഹം നിസ്കരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഔറത്ത് ചെറിയ തോതിൽ പിന്നിലുള്ള ആൾക്കാർ കാണാനിടയായി. അദ്ദേഹത്തിൻ്റെ ഔറത്ത് ചെറിയ രൂപത്തിൽ വെളിവായി. അദ്ദേഹം മാറ്റി നിസ്കരിച്ചിട്ടില്ല, കാരണം അത് മനഃപൂർവ്വം സംഭവിച്ച ഒരു വിഷയമായിരുന്നില്ല. ഈ ഒരു സംഭവം തെളിവാക്കിക്കൊണ്ട് ഉലമാക്കൾ പറയുന്നു, ഒരു വ്യക്തിയുടെ ഔറത്ത് ചെറിയ തോതിൽ മാത്രമാണ് കണ്ടതെങ്കിൽ അല്ലെങ്കിൽ വെളിവായതെങ്കിൽ, അത് മനഃപൂർവ്വം സംഭവിച്ചതല്ല എങ്കിൽ അദ്ദേഹം മാറ്റി നിസ്കരിക്കേണ്ടതില്ല. ഈ മറുപടിയുടെ അവസാനത്തിൽ ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ല പറയുന്നു, ഇനി ഒരു വ്യക്തി ഇത് മനഃപൂർവ്വമാണ് സംഭവിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിസ്കാരം ബാത്തുലാണ്. മനഃപൂർവ്വമാണ് ഔറത്ത് വെളിവാകുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിസ്കാരം ബാത്തുലാണ്. അത് വളരെ ചെറിയ തോതിൽ മാത്രമാണ് വെളിവായിട്ടുള്ളൂ എങ്കിലും അദ്ദേഹത്തിൻ്റെ നിസ്കാരം ബാത്തുലാണ്. ഇതാണ് ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അൽ അബ്ബാദ് അൽ ബദർ ഹഫിളഹുല്ലയും പറഞ്ഞിരിക്കുന്ന കാര്യം. ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു സാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ലയും ഈ ഒരു അഭിപ്രായം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ ഇതിൻ്റെ കൂടെ ഒരു കാര്യം അധികമായി പറയുന്നത് കാണാൻ സാധിക്കും. അതെന്താണ്? ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ല പറയുന്നു, ഒരു വ്യക്തി നിസ്കരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഔറത്തിൻ്റെ വലിയൊരു ഭാഗം പെട്ടെന്ന് വെളിവായി, അപ്പോൾ തന്നെ അദ്ദേഹം അത് മറച്ചു. ഉദാഹരണം ഷെയ്ഖ് പറയുന്നു, ഒരു വ്യക്തി നിസ്കരിക്കുമ്പോൾ കാറ്റടിച്ചു വീശി, ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഔറത്ത് വലിയൊരു ഭാഗം വെളിവായെങ്കിലും അപ്പോൾ തന്നെ അദ്ദേഹം അത് മറച്ചു. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിസ്കാരം സ്വഹീഹാണ്, അദ്ദേഹം മാറ്റി നിസ്കരിക്കേണ്ടതില്ല. ഇതാണ് ഈ പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്ന മറുപടി. ഇനി ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ബറക്കല്ലാഹു ഫീക്കും, അംർ ഇബ്നു സലിമ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസ് ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ ഒക്കെ തെളിവായി പറഞ്ഞിരിക്കുന്ന ഹദീസ് ഇമാം ബുഖാരി റഹിമഹുല്ല തൻ്റെ സഹീഹിൽ 4302 ഹദീസായി ഉദ്ധരിച്ചിരിക്കുന്ന ഹദീസാണ്. അതുപോലെ തന്നെ ഇമാം അബൂദാവൂദും ഇമാം അഹ്മദും ഒക്കെ ഈ ഹദീസ് ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അംർ ഇബ്നു സലിമ റളിയല്ലാഹു അൻഹു ഇമാം നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വയസ്സ് 6 അല്ലെങ്കിൽ 7 അല്ലെങ്കിൽ 8 ആണ് എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല രീതിയിൽ ഫിഖ്ഹ് പഠിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.